നിങ്ങൾ ആരംഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ചൊരു സുവർണാവസരത്തെയാണ് നഷ്ടപ്പെടുത്താൻ പോകുന്നത്. 2026 ഒരു പുതിയ വർഷമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നൊരു വർഷമാണ്. എന്തുകൊണ്ടാണ് ഇത് ഒരുപാട് പുതിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ ലൈഫിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 12 വർഷത്തോളം നിങ്ങൾ സ്കൂളിൽ ഇങ്ങനെ ആടിപ്പാടി നടന്നു പഠിച്ചു. ആൻഡ് ഇനി വരാൻ പോകുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ഭാവിയിൽ എന്താകണമെന്ന് തീരുമാനിക്കാൻ പോകുന്ന ദിവസങ്ങൾ. നിങ്ങളെല്ലാവരും എന്തെങ്കിലും ഒരു പ്രൊഫഷണലായിട്ടുള്ള ഡിഗ്രി പഠിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സിന് ചേർന്ന് എന്തെങ്കിലും ഒരു നല്ല കോഴ്സ് പഠിച്ച് നല്ലൊരു ജോലിയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. പണമുണ്ടെങ്കിലേ നമുക്ക് വിലയുള്ളൂ എന്ന് പല ആൾക്കാരും പറയാറുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മളൊക്കെ പണിയെടുക്കുന്നത് പണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമ്പാദിക്കണം, നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ വേണം, നല്ലൊരു ജീവിതം വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി നമ്മുടെ കയ്യിൽ പണം വേണം. നമുക്ക് നല്ല പൈസ കിട്ടണമെങ്കിൽ നമ്മൾ നല്ലതുപോലെ പഠിച്ച് നല്ലൊരു പ്രൊഫഷനിൽ എത്തിയിരിക്കണം എന്നുള്ളതാണ്. സോ പ്രൊഫഷണലായിട്ട് ഡിഗ്രി പഠിക്കുന്ന ആൾക്കാരിൽ ആദ്യം നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഒന്ന് എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡോ ആയിരിക്കും. എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ കീം എക്സാം എന്തായാലും ക്രാക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഒരുപാട് പേർക്കുള്ള കൺഫ്യൂഷനാണ്, +2 എക്സാമൊക്കെ ഭയങ്കരമായിട്ട് ടഫായി, ഇനി ഞങ്ങൾ കീമും കൂടി ഇതിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബോർഡും കീമും എല്ലാം കൂടി നശിച്ചു പോകില്ലെന്ന്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇനിയും നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെടുത്താൻ പോകുന്ന ഒരു സുവർണ്ണ അവസരമാണിത്. എടാ മക്കളെ, നിങ്ങൾക്ക് കീം എക്സാം എഴുതാൻ നിങ്ങൾ ഈ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ കീം എക്സാം എഴുതാൻ നിങ്ങൾ പോകും. കീം എക്സാമിന് നമുക്ക് +2ൻ്റെ മാർക്ക് കൂടി കൺസിഡർ ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. ആൻഡ് കീമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ പോകുന്നത് +2 സിലബസിൽ നിന്നാണ് എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഞാൻ ബോർഡിന് വേണ്ടി പഠിക്കണോ കീമിന് വേണ്ടി പഠിക്കണോ എന്നുള്ള ഒരു ആശങ്ക നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ആസ് എ ബ്രദർ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് നിങ്ങൾ കീമിന് വേണ്ടി നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ടൻറ്റ് ലെവൽ കുറച്ചുകൂടി ഹൈ ആയിട്ടായിരിക്കും. നിങ്ങൾ കൂടുതലായിട്ടൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, NCERT ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കീം സ്റ്റാൻഡേർഡിലേക്ക് തന്നെ വളർന്നു. അതായത് മിസലേനിയസ് അടക്കം ചെയ്യണം കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കീമിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബോർഡ് കൂടി അവിടെ സെറ്റ് ആകുന്നുണ്ട്. നിങ്ങൾ കീം PYQs ചെയ്തിട്ട്, കീമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട്, ടെക്സ്റ്റ് ബുക്കിലെ NCERT മിസലേനിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ട് നിങ്ങൾ സെറ്റ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ബോർഡും സൈഡും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കും. മാർച്ച് എക്സാം ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് ബോർഡ് ലെവൽ നല്ലതുപോലെ സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് ആ സ്കോറ്, നിങ്ങളുടെ ആ ഒരു മാർക്ക് നിങ്ങളുടെ കീം എക്സാമിനും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ആലോചിക്കുക. കീമിന് മാർക്ക് കൊടുക്കുന്നത് 600ലാണ്. 600 മാർക്കാണ് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് എഴുതിയിട്ട് കിട്ടുന്നത്. ആ 600 മാർക്കിനെ പകുതിയാക്കും, 300 ആക്കും. 600ൽ നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് അതിനെ പകുതിയാക്കും. നിങ്ങൾക്ക് 200 മാർക്കാണ് 600ൽ കിട്ടിയതെങ്കിൽ 300ൽ നിങ്ങൾക്ക് 100 മാർക്കേ ഉണ്ടാവും. ആ 100 മാർക്കും പിന്നെ നിങ്ങളുടെ +2ലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മാത്രം നോക്കിയിട്ടാണ് നിങ്ങളുടെ കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കീമിന് വേണ്ടി നല്ലതുപോലെ പഠിച്ചോ. അവിടെ നിങ്ങളുടെ ബോർഡ് കൂടി സെറ്റാവും. വായ നനയ്ക്കുന്ന സമയത്ത് വായയുടെ ചോട്ടിലുള്ള ചീരക്ക് കൂടി വെള്ളം കിട്ടൂലേ, അതേപോലെ കീമിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് ബോർഡ് എക്സാമും കൂടി അവിടെ സെറ്റാവും. ആൻഡ് പിന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ബോർഡ് എക്സാം എഴുതാം. നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ കീമിൻ്റെ നിങ്ങളുടെ റാങ്ക് ടോപ്പിലെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അസെറ്റും നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ കീം എക്സാം നിങ്ങൾക്ക് മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ പറ്റും. കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാം മക്കളെ, കേരളത്തിലെ കോളേജുകളിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജുകൾ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ടോപ്പ് റാങ്കുകളിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സൊല്യൂഷൻ. ഗവൺമെൻറ് കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും, പ്രൈവറ്റ് കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ഈ ഗവൺമെൻറ് കോളേജുകളിൽ പഠിക്കുന്നതും പ്രൈവറ്റ് കോളേജ് പഠിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഫീസ് സ്ട്രക്ചറിൽ ഡിഫറൻസ് ഉണ്ട്. ഹോസ്റ്റലുകളിലുള്ള കൊടുക്കുന്ന പൈസക്ക് വരെ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയൊരു പൈസ കൊടുത്ത് നല്ലൊരു കോഴ്സ് പഠിക്കുന്നതാണോ, നിങ്ങൾ കുറഞ്ഞ പൈസ ചെലവിൽ ഒരു നല്ല കോഴ്സ് പഠിച്ച് ഏറ്റവും നല്ലൊരു ജോലിയിൽ എത്തുകയാണോ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കുക. ഇനിയും സമയം വൈകിയിട്ടില്ല. ബോർഡ് ലെവലിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന മക്കൾ കീം എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്,
നിങ്ങൾ കീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഇപ്പം തന്നെ കീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോ. ബോർഡ് അവിടെ സെറ്റ് ആയിക്കോളും. കീം നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്ത് കേരളത്തിലെ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കാൻ പറ്റും. ആൻഡ് വിഷ് യു വെരി ഓൾ ദ ബെസ്റ്റ്. കീമുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ത്രൂ ലഭിക്കുന്നതായിരിക്കും. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കീം റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യും. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല ടോപ്പ് റാങ്കിലേക്ക് നിങ്ങൾ എത്തിക്കാൻ പറ്റിയ ചാപ്റ്റേഴ്സ്. ആൻഡ് മാത്സിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. കൂടുതലായിട്ട് ആ ചാപ്റ്റേഴ്സിൽ നിന്ന് അവസാന വർഷങ്ങളിലൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇനിയും ആ ചാപ്റ്റർ ഒന്ന് ചോദിക്കും, അങ്ങനെ ഒരുപാട് ചോദിക്കുമെന്നൊന്നുമല്ല. പക്ഷേ ആ ഒരു ഇമ്പോർട്ടൻസിൽ നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യും. ചിലതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ചില പൊടിക്കൈകൾ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ത്രൂ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. കീം എക്സാം എഴുതാൻ പോകുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് പറയണം, ഈ ചാനൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ ചാനലിലൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കീമിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ എത്താമെന്നുള്ളത്. കൂടാതെ തന്നെ നമ്മുടെ കീമിൻ്റെ ക്രാഷ് ബാച്ചുകളും ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരും. അപ്പോൾ ക്രാഷിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ക്രാഷിൽ ജോയിൻ ചെയ്യുക. ആൻഡ് ക്രാഷിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ +2 ബൂസ്റ്റർ ബാച്ച് കൂടി ഫ്രീ ആയിരിക്കും. അതും കൂടി മനസ്സിലാക്കി വെച്ചോ. സോ പഠിക്കണം, പഠിച്ചു തുടങ്ങണം. ഇനി നമ്മുടെ മുമ്പിലുള്ളത് എണ്ണപ്പെട്ട ദിവസങ്ങളാണ്. ആ ദിവസങ്ങൾ നല്ലതുപോലെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാവി നമ്മളുടേത് സുരക്ഷിതമായിരിക്കും. കാണാം. ബൈ.